ഇപ്പോൾ നിതിന്റെ അമ്മാവൻ വിശ്വംഭരൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിശ്വംഭരൻ, താങ്കൾ ഇപ്പോൾ DGPയെ കണ്ടതിന് ശേഷം മടങ്ങി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം ഊർജിതമാക്കണമെന്നൊരാവശ്യം DGPക്ക് മുന്നിൽ വെച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് അന്വേഷണ സംഘം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. അത് അന്വേഷണ പരിധിയിലാണ് എന്ന് വരുന്നു. എന്താണ് താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എനിക്ക് അതുമായി പറയാനുള്ളത്, അത് വെറും സത്യത്തിന് നിരക്കാത്തതാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ ഒരു യൂട്യൂബ് ചാനൽ ഇറക്കിയ ആ ചാനലിൻ്റെ പേരുൾപ്പെടെ ഇന്ന് ബഹുമാനപ്പെട്ട DGPക്ക് പരാതിയിൽ ഞങ്ങൾ വയ്ക്കുകയും അങ്ങനെ അവൻ ലോൺ എടുത്തിട്ടുണ്ട്. അത് മറ്റാരുടെയും പേരില്ല. അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ ഇങ്ങനെ ഒരു ലോൺ എടുത്തു. അത് വാസ്തവമാണ്, വീട്ടുകാരറിഞ്ഞ് തന്നെ എടുത്തത്, അല്ലാതെ അവൻ ജാളി അടിക്കാനോ മറ്റൊന്നിനുമല്ല. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ആ പരാതിയിൽ ഞങ്ങൾ ഇന്ന് കൊടുത്ത പരാതിയിലും ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടി ഈ കഥ, ഈ കൊലപാതകം ശ്രമം, ഈ കൊലപാതകം മറ്റൊരു ദിശയിലേക്ക് നയിക്കാനുള്ള ഈ റാമിൻ്റെ ഏറാം മൂളിയായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വെച്ചാൽ ഈ കേസിൻ്റെ ദിശ മാറ്റിമറിക്കണം. ഇത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. അതും പരിശോധിക്കുമെന്ന് പറഞ്ഞത് കമ്മീഷണർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പരാതിയുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോ ഈ നിതിനെ അറിയാവുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വീട്ടിൽ അറിഞ്ഞെടുത്ത കടം, അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണി വന്നാൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ലോൺ അടച്ച് എടുത്ത് വീഴ്ച വന്നാൽ ഞങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അത് വിഷയം മാറെ. അതൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ മകനെ പ്രേരിപ്പിക്കില്ല അല്ലേ? ദിശയെ മറ്റൊരു ഇല്ല ഇത് ഇവൻ ഇങ്ങനൊരു കടുംകൈ ചെയ്യാൻ കാരണം അവൻ്റെ മാനസികമായ അവൻ്റെ പ്രയാസം കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. ഈ റാമെന്ന് പറയുന്ന അവിടുത്തെ പ്രൊഫസറും സംഗീതയും ഒരു വാർഡൻ കൂടിയായ അയാളുടെ പിരിമുറുക്കം. പക്ഷേ ഇന്ന് അതിലൊരു സംശയമുള്ളതായി ഇന്ന് DGPയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും ആ പരാതിയിലും ഞാൻ പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ദന്തൽ കോളേജിലാണ് ഇവൻ പഠിക്കുന്നത്. ആ ദന്തൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 200 മീറ്റർ മാറിയാണ് മെഡിക്കൽ കോളേജിൽ അവിടെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 200 മീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. യവന് അവിടെ വരേണ്ട കാര്യമില്ല. യവനെ അവിടെ ആര് വരുത്തി? അപ്പോൾ DGP പറഞ്ഞാൽ അതൊരു സംശയത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലോ. അത് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. DGP പറഞ്ഞതാണ്, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. ഈ ദന്തൽ കോളേജിൽ നിന്ന് 200 മീറ്റർ മാറി. ഞാൻ പറഞ്ഞു, സാർ ഞാനവിടെ പോയി, ഞങ്ങൾ കറക്റ്റ് കണ്ടതാണ്. ആ സംഭവം നടന്ന ആ സ്പോട്ടിൻ്റെ ഫോട്ടോയും അടക്കം ആ ബോഡി വീണ് കിടന്ന സ്ഥലത്തിൻ്റെ ഫോട്ടോ വരെ ഞങ്ങൾ എടുത്തതാണ്. പക്ഷേ ഇതിൽ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ ഈ ചാനലുമായി ഞാൻ സംസാരിച്ച ഈ അധ്യാപകന്മാരുടെ മൃഗീയതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ, അതായത് SFIയും DYFIയും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചേർന്നുകൊണ്ട് അവരവിടെ എന്ത് ചെയ്ത് ഇന്നൊരു സമരം നടത്തി. ആ സമരം നടത്തിയപ്പോൾ നാളിതുവരെ ഇല്ലാത്ത ഈ റാമിനെക്കുറിച്ചുള്ള ആ ഒരു ഭയമെല്ലാം മാറിക്കൊണ്ട് അവർ തുറന്നു പറഞ്ഞു, ഈ റാമെന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ മനസ്സിനെ കുത്തിനോവിച്ച് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന അവൻ്റെ പേരാണ് സാഡിസ്റ്റ്. എന്ന് വെച്ചാൽ മറ്റൊരുത്തൻ്റെ ആ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ് സാഡിസ്റ്റ്. ഈ റാമെന്ന് പറയുന്നവൻ സാഡിസ്റ്റാണ്. അവനിപ്പോൾ ഒളിവിലാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് DGP വാക്ക് തന്നിട്ടുണ്ട്, അവനെവിടെ പോയാലും എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ നമ്മൾ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം ഈ ആപ്പ് അതിന് പിന്നിലുള്ളവർ
നിതിന്റെ മേൽ ചുമത്തിയിട്ടുണ്ട്. ടീച്ചർക്ക് കോൾ വരുന്നു, അവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അപ്പോൾ അത് പരാതിയാകുന്നു. ഈ സംഭവങ്ങളൊക്കെ നിതിൻ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ വീട്ടിൽ? ഇല്ല, ലോൺ എടുത്ത കാര്യം പറയുന്നത് വീട്ടിൽ ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് എടുത്ത അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കിടന്ന സമയത്ത് ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് ആ പൈസ എടുത്തത്. അല്ലാതെ അവനെടുത്ത് നമ്മളെ വീട്ടുകാരും ആരും അറിയാതെ അവൻ എടുത്തതല്ല. അത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവന് ആ ലോൺ എടുത്തത്. അതിൻ്റെ ലോണിൻ്റെ ബാധ്യത ഉണ്ടെങ്കിൽ നമ്മളത് അടച്ചുകൊള്ളാം, അത് വിഷയം വേറെ. ലോണും ഇതുമായിട്ട് ഇതിപ്പം കോളേജുകാരുടെ ഒരു നിഗൂഢമായ ഒരു ആരോപണമാണ്. എന്നുവെച്ചാൽ ഈ അവരുടെ കോളേജിൻ്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അധ്യാപകർ പീലാത്തോസിനെ പോലെ നല്ലവരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ എടുക്കുന്ന ഒരു തന്ത്രമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോണും ഇതുമായിട്ട് ഒരു ബന്ധവുമല്ല. അത് നിങ്ങളിന്ന് നിൽക്കണം. ഇന്ന് ആ കോളേജിൽ നടന്ന ആ സമരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ റാമെന്ന് പറഞ്ഞവൻ ആര്. അവൻ ഈ കുട്ടികളെ എല്ലാവരെയും, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേ തരത്തിൽ, അവന് മാത്രമല്ല, പക്ഷേ ഇവൻ ഇന്ന് പല വർഷങ്ങൾ കൊണ്ട് ഇവൻ ഇങ്ങനെ കുട്ടികളെ ക്ലാസ് റൂമിൽ ഒന്ന് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത്, ഇയാളൊരു കാര്യം പറയുമ്പോൾ, ഒരു കുട്ടി ആക്ഷേപിച്ച് പറയുമ്പോൾ മറ്റു കുട്ടികൾ ചിരിക്കണം. ചിരിച്ചില്ലെങ്കിൽ അയാൾ അവരെ തലയുടെ പുറം തലയിൽ അടിക്കുമെന്നാണ് ഇന്നത്തെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ക്രൂരതകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എന്തോ അതാണ് അധ്യാപനം എന്ന് തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആനന്ദം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രീ വിശ്വംഭരൻ, ഒരു കാര്യം കൂടി, ഇതിപ്പോ കോളേജ് അധികൃതർ ഒരു അധ്യാപികയ്ക്ക് ഒരു കോൾ ചെല്ലുന്നു, അതൊരു പരാതിയായി വരുന്നു, അതിനുശേഷം അതിനെക്കുറിച്ച് നിതിനോട് സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ പ്രിൻസിപ്പളുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതാണ് കോളേജിന്റെ വേർഷൻ തന്നെ നമ്മൾ എടുത്താലും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഏതെങ്കിലും തരത്തിൽ അത് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല കോളേജ് അധികൃതർ, ഇല്ലേ? ഇങ്ങനെ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് വീട്ടുകാരെ ആയിരുന്നു, അങ്ങനെ അറിയിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് അതിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാം, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയാം. പിന്നെ ഈ വീട്ടുകാരെ ഈ ലോൺ എടുത്തിട്ടുള്ള വീട്ടുകാരെ ഞങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അങ്ങനെ ഈ ടീച്ചറല്ല ആരായാലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ വ്യക്തമായ അവരെ പറ്റിച്ച് അവരെ പേരിലുള്ള അവരെ പേര് പറഞ്ഞ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ആധാറിൻ്റെ കോപ്പി വേണം, അവരുടെ ബാങ്ക് അക്കൗണ്ട് കോപ്പി വേണം. ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ അവരറിയാതെ അവനെങ്ങനെ കിട്ടി? അവർ പറയുന്നത് അത് വ്യക്തമായ രേഖ ഞങ്ങൾക്ക് തരണം, എങ്കിൽ നമ്മൾ അംഗീകരിക്കാം. രേഖ തരാതെ ഈ കേസിനെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിമറിക്കുന്നതിനുണ്ട് കോളേജിൻ്റെ തന്ത്രമാണിത്. ആ തന്ത്രമൊന്നും ഇവിടെ നടക്കില്ല. കുറ്റവാളിയെ ഏത് പൊന്നു മോനായാലും ശരി തന്നെ അവനെ കയ്യാമം വയ്ക്കുന്നത് വരെ നിയമ പോരാട്ടം ഞങ്ങൾ നടത്തിയിരിക്കും. ഒരു തർക്കമല്ല. ഞങ്ങൾ അതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളിലേക്കും ഞങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഒരു സെക്കൻഡ് ഇന്ന് ഞങ്ങൾ പോലും പരാതി പോലും കൊടുക്കാതെ ഇന്ന് SC കമ്മീഷൻ അടക്കമുള്ളവരിന്ന് അവിടെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്തില്ല. ഇത് ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേരളത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു സംഭവമാണ് നടന്നത്. വെറും നാറിയ ഒരു സംഭവമാണ്. കാരണം ഇന്ന് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും പേരിൽ ഇന്ന് ഐക്യം സൃഷ്ടിക്കുന്ന ഈ കേരളത്തിൽ ഇവിടെ മഹാന്മാരിവിടെ എത്രയോ മഹാരഥന്മാർ ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടെ വളർത്തിയെടുത്ത ഈ കേരളത്തെ ഒരു പട്ടി കഴിവറവൻ ഒരു റാം കൂടെ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും നടക്കൂല മാഡം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരി, അവനെ ഞങ്ങൾ മെനഞ്ഞാന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ അവനെ ഞങ്ങളെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കണക്കാക്കി തന്നെയാണ് പോയത്. അത്ര വിഷമമുണ്ട് മാനസികമായി, അത്ര ക്രൂരതയാണ് വ്യക്തമായ അവൻ ചെയ്യുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മളെ കൈവശം ഉണ്ട്. ഏതറ്റം വരെയും ഇതിന് നീതി തേടി പോകും എന്നതാണ് കുടുംബം പറയുന്നത്. ദയവായി താങ്കൾ തുടരുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.